ഇപ്പോൾ വയനാട്ടിലും ദുരിതപ്പെയ്ത്തായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, വയനാട്ടിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? എന്തെങ്കിലും രീതിയിലുള്ള അവധി പ്രഖ്യാപനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ. നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ജില്ലാ ഭരണകൂടം. ശക്തമായ മഴയായിരുന്നു ഉച്ചവരെ ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൽപ്പറ്റയിലടക്കം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. വെള്ളക്കെട്ട് പതുക്കെ ഒഴിയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി വയനാടിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ ലഭിച്ച പ്രദേശങ്ങൾ വയനാട് ജില്ലയിലാണ്. അത് ലക്കിടിയാണ്. ലക്കിടിയിൽ 214 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ തൃക്കേപ്പറ്റയിലും സമാനമായ രീതിയിൽ അതിതീവ്ര മഴയാണ് പെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ചില അനിഷ്ട സംഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കാറ്റിലും മഴയിലും റോഡിന് കുറുകെ മരം വീണ് വീടിൻ്റെ മതിൽ തകർന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പുൽപ്പള്ളി മീനംകൊല്ലി റോഡിലാണ് ഉച്ചയോടുകൂടി മരം കടപുഴകി വീണത്. ഇതേ തുടർന്ന് മതിൽ തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നെന്മേനി കുന്താണി എന്ന് പറയുന്ന സ്ഥലത്ത് മരം വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റിട്ടുണ്ട്. മലവയൽ എസ്റ്റേറ്റ് റോഡിലാണ് ഈ 1:30 വനത്തിൽ നിന്നുള്ള മരം പൊട്ടി വീണത്. ഈ സമയം ഇതിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ചാത്തൻകണ്ടത്തിൽ സനിത്ത് എന്ന 25-കാരന് പരിക്കേറ്റിട്ടുണ്ട്. പുത്തൂർ വയലിൽ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് കല്ലൂർ പുഴയും ചെറുപുഴയും പനമരത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പനമരം പുഴയുടെ ഭാഗമായ കൈവഴികളാണ്. അതെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ബത്തേരി താലൂക്കിലും 1 ദുരിതാശ്വാസ ക്യാമ്പ് വൈത്തിരി താലൂക്കിലുമാണ് തുറന്നിട്ടുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ കൂടുതലായിട്ടുണ്ടായിട്ടില്ല. എന്തായാലും മഴ ഇപ്പോൾ ശമിച്ച നിലയാണുള്ളത്. പക്ഷേ ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുമുണ്ട്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. സംസ്ഥാനത്താകെ 27 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചിലയിടങ്ങളിലൊക്കെ കനത്ത മഴ പെയ്യുന്നുവെന്ന് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. കോട്ടയത്ത് പ്രത്യേകിച്ചും എവിടെയെങ്കിലും അവധി പ്രഖ്യാപനമുണ്ട് തീർച്ചയായിട്ടും അറിയിക്കാം. ഒരുപാട് പ്രേക്ഷകർ നമ്മോട് ചോദിക്കുന്നുണ്ട്, കോട്ടയത്ത് അവധിതാ, കണ്ണൂരിൽ അവധിതാ എന്നൊക്കെ പറയുന്നുണ്ട്. അവധി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളല്ല എന്ന് നമ്മൾ വീണ്ടും അറിയിക്കുന്നു. ഏതെങ്കിലും സ്ഥലത്ത് തീവ്രമായ മഴയോ മഴക്കെടുതികളോ ഉണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടറായിരിക്കും അവധി പ്രഖ്യാപിക്കുക. സംസ്ഥാനത്താകെയാണെങ്കിൽ സംസ്ഥാന സർക്കാരും അവധിയെ പ്രഖ്യാപിക്കും. ഇനി കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു. തിരുവനന്തപുരത്തും അതുപോലെ പൊന്നാനിയിലും ചെല്ലാനത്തും എറണാകുളത്ത് ചെല്ലാനത്തും അതുപോലെ കോഴിക്കോടുമൊക്കെ കടലാക്രമണം അതിരൂക്ഷമായി. അതിൻ്റെ കെടുതികളും ഇന്നുണ്ടായി. കോഴിക്കോട് ബീച്ചിൽ നിന്നും രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, വിശദാംശങ്ങൾ. രാഹുലിൻ്റെ ശബ്ദം എനിക്ക് തോന്നുന്നത് കൃത്യമായി വരുന്നില്ല. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ചെല്ലാനത്തും കടലാക്രമണം രൂക്ഷമായിരുന്നു. കൊച്ചിയിലെ ചെല്ലാനത്ത് ഇന്ന് ജനങ്ങൾ ഒരുപാട് പരാതികൾ പറഞ്ഞ ദിവസമാണ്. കടലാക്രമണം രൂക്ഷമായ ചെല്ലാനത്തെ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. പറയൂ വിഷ്ണു. ഇന്ന് എറണാകുളത്ത് പൊതുവെ കടലാക്രമണം രൂക്ഷമായിരുന്നു. എടവനക്കാട്ട് നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ് വലിയ പ്രതിഷേധം കടൽഭിത്തി ഇല്ലാത്തതിനെ തുടർന്ന് ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം കണ്ണമാലി പ്രദേശത്താണ് കടലാക്രമണം രൂക്ഷം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണമാലിയിലാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. അടിച്ച് വീടുകളിലേക്ക് ഉൾപ്പെടെ കയറുകയാണ്. രാത്രിയോടുകൂടി അത് രൂക്ഷമാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. വീടുകൾക്കൊക്കെ നിരവധി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ തവണ ഈ കളക്ടറോട് ഉൾപ്പെടെ ഇവിടെ ഈ കടൽഭിത്തി കെട്ടണമെന്ന ആവശ്യം പറഞ്ഞിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇവർക്ക് ഈ വെള്ളം കയറുന്ന സമയത്ത് ഇവർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. 4ഓളം വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ചേച്ചി, വലിയ പ്രതിസന്ധിയാണുള്ളത്. വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ടോ? വെള്ളം കയറുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കളക്ടറോടൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഒന്നും നടന്നില്ല. കളക്ടർ വന്ന് കണ്ടുപോയതല്ലാതെ നമുക്ക് യാതൊരു ഉടനടി എന്തെങ്കിലും താൽക്കാലികമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ ഇന്നവരെ ഒന്നും ആയിട്ടില്ല. ഈ ഇവിടെയൊക്കെയാണ് തന്നെ വന്ന് കണ്ടത്. ക്യാമ്പിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടോ വരും ദിവസങ്ങളിലൊക്കെ? ക്യാമ്പിലേക്കൊക്കെ പോകേണ്ടി വരും. കഴിഞ്ഞ് ഞങ്ങൾക്ക് പെൺകൊച്ചുങ്ങളൊക്കെ ഉള്ളത്, അവർക്കൊക്കെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പോലും വാസയോഗമില്ലാത്ത ഇതാണ് ഇപ്പോൾ ആ ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഈ ചെല്ലാനത്തെ പോലെ ഇങ്ങോട്ടേക്ക് ഇടാത്തത് എന്താണെന്നൊക്കെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ചെല്ലാനത്തെ പോലെ ഇവിടെ പാസ്സായിട്ടുണ്ടെന്ന് കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ സമരം ചെയ്തിരുന്നപ്പം മന്ത്രി റോഷി അഗസ്റ്റിനും പിന്നെ കുറേ ടീമൊക്കെ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ ഇത് 247 കോടി രൂപയായിട്ട് പാസ്സായിട്ടുണ്ട്, നമുക്ക് ഉടൻ തന്നെ ഇത് സാധിക്കുമെന്നാണ് പറയുന്നത്. നവംബറിൽ പണി തുടങ്ങുന്നത്. ഇതുവരെ നവംബർ കഴിഞ്ഞ് ഇപ്പം വീണ്ടും അടുത്ത നവംബർ വരുന്നു. പക്ഷേ ഇതുവരെ
ഒന്നും അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് കഴിഞ്ഞ നവംബറിൽ പണി തുടങ്ങുമെന്നാണ് റോഷി അഗസ്റ്റിൻ നേരിട്ടെത്തി ഉറപ്പ് നൽകിയത്. പക്ഷേ നവംബറൊക്കെ കഴിഞ്ഞ് ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും ആയിട്ടില്ല. ഒരു ടെട്രാപോഡ് പോലും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ മേഖലയിൽ പ്രതിസന്ധിക്ക് കാരണം. ചെറിയ കടവ് മേഖലയിലും സമാനമായ രീതിയിൽ പ്രതിസന്ധി ഉണ്ട്. 4ഓളം വീടുകളാണ് ഈ കണ്ണമാലി ചെറിയ കടവ് മേഖലകളിൽ ഈ കഴിഞ്ഞ 2 ദിവസത്തെ കടലേറ്റത്തിൽ തകർന്നത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് തീരദേശവാസികൾ വ്യക്തമാക്കുന്നത്. എസ് കെ കവിത ചോദിക്കുന്നു, നാളെ തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയുണ്ടോ? അവധിയുണ്ടെന്ന് ഇതുവരെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. കാര്യമായ മഴയുണ്ടെങ്കിൽ മാത്രമേ ഈ അവധികൾ പ്രതീക്ഷിക്കാവൂ. മാത്രമല്ല കുട്ടികളുടെ അവധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ആലസ്യത്തിലാക്കി അവർ നാളെ പഠിച്ചുകൊണ്ട് പോകേണ്ട പാഠങ്ങളൊക്കെ പഠിക്കാതെ ആക്കുന്ന അവസ്ഥ ഒരു വീട്ടിലുണ്ടാകരുത്. വീണ്ടും നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു. കടലാക്രമണം കോഴിക്കോട്ടും രൂക്ഷമായിരുന്നു. ഇടവനക്കാട് പോലെ അല്ലെങ്കിൽ അത്ര തീവ്രമായിരുന്നില്ലെങ്കിൽ പോലും പൊന്നാനി ബീച്ചിലുമൊക്കെ തന്നെ കാര്യമായി കടലാക്രമണം നടന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട് ബീച്ചിൽ നിന്ന് വീണ്ടും ചേരുന്നു. രാഹുൽ, നേരത്തെ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വിവരങ്ങൾ വിശദമായി പറയും. കഴിഞ്ഞ 3 ദിവസത്തെ അപേക്ഷിച്ച് കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്ന് ഉച്ചവരെ തോർന്നു നിൽക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ മഴ ആരംഭിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ടത് കടലാക്രമണം തന്നെയാണ്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള കടലാക്രമണത്തിൽ 30-ലധികം കയറിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കടലാക്രമണത്തിന് നേരിയൊരു കുറവുണ്ട്. ശക്തമായ തിര ഇപ്പോൾ അടിക്കുന്നില്ല. മുമ്പ് നമ്മൾ നിന്ന സമയങ്ങളിൽ ഇപ്പോൾ കാലിയായി കിടക്കുന്ന ഈ ഭാഗങ്ങളിൽ ഉൾപ്പെടെ തിരയടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കോഴിക്കോട് ബീച്ചിൽ ഉൾപ്പെടെ ആളുകൾ ഇറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കടൽ ശാന്തമാണ്. പക്ഷേ രാത്രിയോടുകൂടി വീണ്ടും ആക്രമണം രൂക്ഷമാകുമെന്നാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ സൗത്ത് ബീച്ചിലെ പ്രശ്നം നോക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തായി ഒരു കടൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലേക്ക് ഈ വർഷം വെള്ളം ഇരച്ചു കയറാൻ കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്. അതോടൊപ്പം തന്നെ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലിനിറ്റ് ജോയ് പറയുന്നു, വയനാട്ടിൽ കാറ്റും മഴയും അതിരൂക്ഷമായി തുടരുന്ന, അവധി വേണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദൃശ്യങ്ങൾ അയക്കണമെങ്കിൽ ആ ദൃശ്യങ്ങൾ അയച്ചു തരിക. ഈ ദൃശ്യങ്ങൾ അയക്കേണ്ട നമ്പർ, വാട്സപ്പ് നമ്പർ ഏതാണെന്ന് നമ്മൾ ഈ സ്ക്രീനിൻ്റെ താഴെയായി ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ലേ, അവിടെ കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ദൃശ്യങ്ങൾ എനിക്ക് അയച്ചു തരിക. ഇന്നത്തെ മഴക്കെടുതിയുടെ ഭീകരമായ ചില ദൃശ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംപ്രേഷണം ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.